ഇന്ന് നമുക്ക് ചെറുപയറിൻ്റെ പരിപ്പ് വെച്ചിട്ട് ഒരു അടിപൊളി ഡിഷ് ഉണ്ടല്ലോ. ഇതൊരു മസാലയുടെ ഒരു ഐറ്റമാണ്. അപ്പം നമുക്ക് ചപ്പാത്തിക്കായാലും ചോറിനായാലും ഒരേപോലെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ അതിന് വേണ്ടി തൊലി കളഞ്ഞ ചെറുപയർ പരിപ്പില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇപ്പം നമുക്ക് വേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് കുക്കായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഓവർ കുക്കായി പോയി. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഇത്രയും കുക്കാകണം എന്നില്ല. അപ്പോൾ ഇത് കുറച്ച് കുക്കായി പോയി. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ കുക്ക് ചെയ്യാനെടുക്കാൻ. ഒരു 90% മാത്രം കുക്കായിരുന്നാൽ മതിയാകും. അതിനുശേഷം നമ്മളൊരു കടായി വെച്ചു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചെറിയ ജീരകമില്ലേ അതുപോലെ തന്നെ സവാള, പിന്നെ ആണെങ്കിൽ വലിയ ജീരകം, പെരുംജീരകം ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ പേസ്റ്റ് ഇടണ്ട, ചതച്ച് തന്നെ ഇടുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെളുത്തുള്ളി ഇടുക. ഇഞ്ചി ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇഞ്ചി വേണം എന്നുണ്ടെങ്കിൽ ഇഞ്ചി ആഡ് ചെയ്യുക. പക്ഷേ ചെറിയ പരിപ്പായിട്ട് നമ്മൾ ഇഞ്ചി ആഡ് ചെയ്തിരുന്നില്ല. അതൊന്ന് വഴറ്റി കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നില്ലേ, അത്രയും പോലെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് തക്കാളി പേസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തക്കാളി അരിഞ്ഞായാലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് തക്കാളി അരിഞ്ഞ് തന്നെ, ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞ് തന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് വഴറ്റി അത്യാവശ്യം ആ ഒരു തക്കാളി ഒന്ന് വഴണ്ട് കിട്ടണം. അല്ലാതെ ഓവറായിട്ട് അതങ്ങ് ഇതാവണ്ട, ജസ്റ്റ് ഒന്ന് ഇത് സെറ്റായി കിട്ടിയിരുന്നാൽ മതിയാകും. ഇത്രയും പരുവൊക്കെ മതിയാണ്. ഈ ഒരു പരുവത്തിലേക്ക് ആകുമ്പോൾ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പരിപ്പില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം കുറച്ച് വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കുക. ഒട്ടും വെള്ളമില്ലാതല്ല, കുറച്ച് വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് കൂട്ട് പരിപ്പിൻ്റെ വേവ് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ തന്നെ അത് ഓഫ് ചെയ്തിട്ട്, പിന്നെ നമ്മളിങ്ങനെ മസാല ആക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായിപ്പോയി. അതുകൊണ്ട് നമ്മൾ കുറച്ചത് കുഴഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. അതല്ല, നിങ്ങൾ കറക്റ്റ് കുക്കിൽ തന്നെ പയർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ഓരോരോ പയറായിട്ട് തന്നെ കിട്ടും. അത് നല്ല ടേസ്റ്റാണ്. ഇത് ചോറിനായാലും നല്ലതാണ്, അതുപോലെ തന്നെ ചപ്പാത്തിക്കായാലും നല്ലതാണ്. ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ സിമ്പിളായിട്ടുള്ള, അത് ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയറിൻ്റെ ഒരു മസാല തയ്യാറായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ആ പയറിൻ്റെ ആ ഒരു കുക്കിംഗ് ടൈം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് കുക്കറിലിട്ടായാലും ഒറ്റ വിസിലടിച്ചാലും മതിയാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്